മനുഷ്യന് ദൈവത്തോടുള്ള ഭക്തിയും ഭയവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലയളവിലാണ് നമ്മളേവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവനോടുള്ള ഭക്തി മങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലർ പറയുന്നുണ്ട് ഇത് കെട്ടുകഥയാണ്, ദൈവം എന്ന് പറയുന്നത് കെട്ടുകഥയാണെന്നാണ് അവരവകാശപ്പെടുന്നത്. മറ്റു ചിലർ അവൻ്റെ നാമത്തെ വൃഥാവെടുക്കുന്നുണ്ട്. മറ്റു ചിലർ അവൻ്റെ പരിശുദ്ധ നാമത്തെ പരിഹസിക്കുന്നുണ്ട് ഒരു ഭയവും കൂടാതെ. ആവർത്തന പുസ്തകം 5:11 ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാവെടുക്കരുത്. തൻ്റെ നാമം വൃഥാവെടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ നാമം വൃഥാവെടുക്കുന്നവനെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവത്തെ പരിഹസിക്കുന്നത് പാപമാണ് കേട്ടോ, കർത്താവിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്ന് പകലിൽ അങ്ങനെ ആരെങ്കിലും ഒരു സ്വഭാവക്കാരനാണ് താങ്കളെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം കേട്ടോ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. നിത്യത നഷ്ടപ്പെടുന്നതിന് തടസ്സമാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗലാത്യർ 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വഞ്ചനപ്പെടാതിരിക്കുവിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ പരിഹസിച്ചുകൂടാന്ന് തന്നെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതുകൊണ്ട് മുന്നറിയിപ്പ് തരുന്നത് എന്തിനാ? അത് നിർത്തണം. പരിഹസിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ, ദൈവത്തെ പരിഹസിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ അത് നിർത്തണം. അതെ, ആ നിത്യ അഗ്നിയിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് ദൂതുകളെ ദൈവം കൈമാറ്റം ചെയ്യുന്നത്. ഇന്ന് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ കാണും. ദൈവം എന്ന് പറയുന്നത് റിയലാണോ? യേശു എന്ന് പറയുന്നത് റിയലാണോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഈ കൊച്ചു ബുദ്ധിയിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. ഒരല്പമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അത്രയും വലിയൊരു ദൈവത്തെ നമ്മുടെ ഈ കൊച്ചു ബുദ്ധിയിൽ ഒതുക്കുവാൻ സാധിക്കത്തില്ല. ആമേൻ. എങ്ങനെ പിന്നെ നമ്മൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും? അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിൽ കൂടി, പേഴ്സണൽ എൻകൗണ്ടറിൽ കൂടി. അതെ, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഈ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ കണ്ടിട്ടുണ്ട്. അതെ, ദൈവം റിയലാണോ എന്ന് സ്തോത്രം എക്സ്പീരിയൻസിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് പകലിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരെങ്കിലും ഈ ദൂത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംശയങ്ങൾ മാറണമോ? ഒരു പേഴ്സണൽ എൻകൗണ്ടറിനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ദൈവം ആരെന്ന്. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തെ പരിഹസിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ ദയവായി നിർത്തിയാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ മാടി വിളിക്കുന്നു. ഇന്ന് പകലിൽ ആ പ്രവൃത്തി നിർത്തിയിട്ട് ഒരു ക്ഷമാപണം നടത്തിയാട്ടെ. കർത്താവ് ആരെന്ന് ഈ ദിവസങ്ങളിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ, അതെ, താല്പര്യത്തോടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗം ആരെന്ന്, നിങ്ങൾക്ക് യേശു ആരെന്ന്, പരിശുദ്ധാത്മാവ് ആരെന്നും വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം റിയലാകുന്നു, പരിശുദ്ധാത്മാവ് റിയലാകുന്നു, യേശു റിയലാകുന്നു. വിശ്വസിച്ചാട്ടെ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. അതെ, ദൈവത്തെ പരിഹസിക്കുന്നത് നിർത്തിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ക്ഷമാപണം നടത്തി കർത്താവിൻ്റെ അരികിലേക്ക് അടുത്തു വന്നാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവെ, നൽകിത്തന്ന മുന്നറിയിപ്പിൻ്റെ ദൂതനായിട്ട് നന്ദി. ദൈവത്തെ പരിഹസിക്കുന്ന ആരെങ്കിലും പരിഹസിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയുടെ കാലയളവിൽ കർത്താവെ അങ്ങനെ ആരെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ, വൃഥാ അങ്ങയുടെ നാമം എടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് അടുത്തു വരുന്ന കർത്താവെ, തൻ്റെ മക്കളോട് ദൈവം ക്ഷമിച്ച് കർത്താവെ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തണമേ. അങ്ങ് ആരെന്ന് ഈ ദിവസം തന്നെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് നന്ദി, സ്നേഹിച്ച വിധങ്ങൾക്കായിട്ട് നന്ദി. അപ്പാ, സ്വർഗം തുറന്ന് പ്രാർത്ഥനയായിട്ട് നന്ദി.
സകലമാനവും മൊത്തം കർത്താവ് നിങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു.